കർണാടകയിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 12 ലക്ഷം രൂപയുടെ തേരുണ്ടാക്കി. അതായത് 12 ലക്ഷം രൂപയുടെ നോട്ടുകൾ അടുക്കി അടുക്കി വെച്ചുകൊണ്ടാണ് തേരുണ്ടാക്കിയത്. ഈ തേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാശൊക്കെ എടുത്ത് കൊടുത്തവന്മാര് ഇവന്മാരൊക്കെ കിടക്കുന്നത് എവിടെയൊക്കെയാണോ, വല്ല ഓടയ്ക്കകത്തും കയറി കിടക്കാൻ നല്ല വീട് പോലും ഇല്ലാത്തവന്മാരായിരിക്കും. ഈ ദൈവങ്ങളുടെ ഒക്കെ പേരിൽ കൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൊണ്ടുവന്നൊക്കെ ഈ ദൈവങ്ങൾക്ക് എന്തിനാണ് ക്യാഷ്? കാശ് എന്തിനാണ്? ഒരു തേരുണ്ടാക്കാൻ വേണ്ടി 12 ലക്ഷം രൂപ, 12 ലക്ഷം രൂപയുടെ നോട്ടുകൾ അടുക്കി അടുക്കി വെച്ചോണ്ടാ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇതിന്റെയൊക്കെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ ഒന്ന് കാണണം. ഭയങ്കര എതിരായിട്ട്. കാര്യം നമ്മുടെ നാട്ടിൽ പൈസക്ക് പുല്ല് വരെ ആയി പോയേക്കുവാ, പുല്ല് വില. അന്നേരം ഇമ്മാരി പോക്കൃത്തരങ്ങൾ കാണിക്കുന്നേ. ഒരു മാന്യതൊക്കെ കാണിക്കണ്ടേ? പൈസയുടെ ഒക്കെ അല്പം ഒരു മാന്യതൊക്കെ കാണിക്കണ്ടേ? അതൊന്നും ഇല്ല. വെളിവും ഇല്ല, ബോധവും ഇല്ല. തലയ്ക്കകത്ത് മൊത്തം മറ്റേ ജാതി മതം ആ ഒരു സാധനം കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇമ്മാരി വൃത്തികളൊക്കെ കാണിക്കുന്നത്. ഏതായാലും ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ കാശും കൊണ്ട് എത്രയോ പാവങ്ങളുടെ വിശപ്പടക്കാൻ പറ്റും. എത്രയോ പാവപ്പെട്ട ആളുകളുടെ അവരുടെ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതൊക്കെയല്ലേ ചെയ്യേണ്ടേ? അല്ലാണ്ട് 12 ലക്ഷം രൂപയുടെ നോട്ട് അടുക്കി അടുക്കി വെച്ച് വലിയ തേരുണ്ടാക്കിക്കൊണ്ട് എന്ത് പുണ്യം കിട്ടാനാ?